ഹായ് ആൾ, ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. എ യൂണിഫോം ലാഡർ 3 meter long weighs 200 Newton. It is placed against a vertical wall with which it makes an angle 30 degree. The coefficient of friction between wall and ladder is 0.25 and between floor and ladder is 0.35. If a man weighs 1000 Newton tries to climb up the ladder, find the horizontal force P to be applied to the ladder at the floor level to prevent slipping. സോ നമുക്ക് ഇതിൻ്റെ ഫിഗർ വരച്ചുകൊണ്ട് ഫിഗർ ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ ഒരു ലാഡർ ഉണ്ട് അല്ലേ, നമ്മുടെ അതുപോലത്തെ ഒരു ലാഡർ ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാം. എന്താ, യൂണിഫോം ലാഡർ 3 meter ലോങ്. ഈ ലാഡറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് 3 meter അല്ലേ, ലെങ്ത് 3 meter ആണ്. ഓക്കെ, ഇറ്റ് വെയ്സ് 200 Newton അല്ലേ. വെയിറ്റ് എങ്ങനെ ആക്ട് ചെയ്യുക? ലാഡറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. എൻ്റെ ലാഡറിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 200 Newton ആണ് അല്ലേ. ഓക്കെ, സോ ലാഡറിന്റെ വെയിറ്റ് 200 Newton. അതോടെ ആക്ട് ചെയ്യുക ആ ലാഡറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, അതായത് അതിന്റെ ഹാഫ് സെക്ഷനിൽ അല്ലേ, അപ്രോക്സിമറ്റ്ലി ഹിയർ. ഇവിടുന്ന് 1.5 meter, ഇവിടുന്ന് 1.5 meter. അങ്ങനെയാണ് വെയിറ്റ് 200 Newton ആക്ട് ചെയ്യുക. ഇനി വേറെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് പ്ലേസ്ഡ് അഗെയിൻസ്റ്റ് എ വെർട്ടിക്കൽ വാൾ വിത്ത് വിച്ച് മേക്സ് ആൻ ആംഗിൾ 30 degree. വെർട്ടിക്കൽ വാളുമായിട്ടുള്ള ആംഗിൾ ആണ് 30 degree. ഓക്കെ, സോ ഈ ആംഗിൾ 30 degree ആണ്. ഓക്കെ, അടുത്തത് പറഞ്ഞിട്ടുള്ളത് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ വാൾ ആൻഡ് ലാഡർ ഇസ് 0.25. വാളും ലാഡറും തമ്മിലുള്ള കോണ്ടാക്ട് അല്ല, എവിടെയൊക്കെ കോണ്ടാക്ട് അവിടേക്കായിരിക്കും ഫ്രിക്ഷൻ ഉണ്ടാവുക. സോ വാളും ലാഡറും, ഇത് നമ്മളുടെ വാളാണ്, ഇതാണ് നമ്മളുടെ ഫ്ലോർ. സോ വാളും ലാഡറും തമ്മിലുള്ള കോണ്ടാക്ട് ഫ്രിക്ഷൻ ആണ് 0.25 അല്ലേ. സോ ഇവിടെ നമുക്ക് എഴുതാം mu is equal to how much? 0.25. Okay, അടുത്തത് between floor and ladder is 0.35. So floor and ladder എന്ന സ്ഥലത്ത് coefficient of friction എന്ന് പറഞ്ഞാൽ 0.35 ആണ്. Okay, if a man weighs 1000 Newton, ഒരാൾക്ക് ഈ ഏണി കയറി പോകണം, അയാളുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 Newton ആണ്. 1000 Newton. Okay, if a man weighs 1000 Newton tries to climb up the ladder, find the horizontal force P to be applied to the ladder at the floor level to prevent slipping. ഈ ആള് ഈ ലാഡറിൽ കൂടി കയറി പോകാൻ പോവാണ്. സോ അവനെ കയറി പോകുമ്പോഴത്തേനും എന്ത് പറ്റും? ലാഡർ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ആ ലാഡർ സ്ലിപ്പ് ആവാതിരിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഹോറിസോണ്ടൽ ഫോഴ്സ് ലാഡറിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യണം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇയാൾക്ക് സേഫ് ആയിട്ട് കയറി പോകാനായിട്ട് നമുക്കൊരു ഫോഴ്സ് പി അപ്ലൈ ചെയ്യേണ്ടത് ഇതിന്റെ എന്താ പറയാ, പി അപ്ലൈ ടു ദി ലാഡർ അറ്റ് ദി ഫ്ലോർ ലെവൽ. ഫ്ലോർ ലെവലിലാണ് നമുക്ക് പി അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെയായിട്ടാണ് നമുക്കൊരു ഫോഴ്സ് പി അപ്ലൈ ചെയ്യണം. ഫ്ലോർ ലെവലിൽ പി എന്ന് പറയുമ്പോഴത്തേനും ദാറ്റ് വിൽ ബി ഹൊറിസോണ്ടൽ അല്ലെ. ഓക്കെ, ഇനിയൊരു ഫോഴ്സ് നമുക്ക് പി ഇവിടെയാണ് അപ്ലൈ ചെയ്തെടുക്കേണ്ടത്. അപ്ലൈ ചെയ്തെടുക്കുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം? ഈ 1000 Newton സേഫ് ആയിട്ട് ഈ ഏണി കയറ്റി വിടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അല്ലെ. ദാറ്റ് മീൻസ് മാക്സിമം എപ്പോഴാണ് വരിക? ഇയാൾ കയറി ഇവിടെ എത്തുമ്പോഴാണ് ഏറ്റവും മാക്സിമം ഫോഴ്സ് ജനറേറ്റ് ചെയ്യേണ്ടത് അല്ലേ.
ഫിഗർ വെച്ചുകൊണ്ട് താഴത്തേക്ക് ഇറക്കി വരയ്ക്കാം. അങ്ങനല്ലേ? ഇപ്പൊ ഇയാള് ഇവിടുന്ന് ആള് കയറാൻ തുടങ്ങുന്നുള്ളെങ്കിൽ പിയുടെ വാല്യൂ 0 ആയിരിക്കും. അയാള് കയറി തുടങ്ങുമ്പോഴാണ് ആ ലാഡറിന് സ്ലിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി വരിക. അപ്പൊ സ്ലിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പിയുടെ ഫോഴ്സ് കൂട്ടി കൊടുക്കണം. സോ നമ്മൾ ഇയാള് ഓരോ സ്റ്റെപ്പ് കയറുന്നതിനനുസരിച്ചിട്ട് ആ പിയുടെ ഫോഴ്സ് കൂടി വരും. നമ്മളുടെ ഐഡിയ എന്താ? ഇയാള് സേഫ് ആയിട്ട് ലാഡറിന്റെ ടോപ്പ് വരെ എത്തണം. ആ ടോപ്പ് വരെ എത്തുമ്പോഴാണ് നമുക്ക് മാക്സിമം അത്രയും അയാളെ എത്തിക്കാനുള്ള പി എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 1000 ന്യൂട്ടൺ എന്ന് പറയുന്ന ആ ലോഡിനെ ലൊക്കേറ്റ് ചെയ്യേണ്ടത് ലാഡറിന്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ്. ക്ലിയർ ആയില്ലേ? അങ്ങനെ ലാഡറിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ ലാഡറിനെ അറ്റ് വയ്ക്കാനുള്ള പി എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഇതിനകത്ത് വരുന്ന ബാക്കി ഫോഴ്സിനൊക്കെ റിയാക്ഷനൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, സോ ഇപ്പൊ നമ്മൾക്ക് ഒരു ഏണി ഉണ്ട്. അത് നമ്മൾ 1000 ന്യൂട്ടൺ നമ്മൾ ഏറ്റവും ടോപ്പിലോണ്ട് വെച്ചിട്ടുണ്ട്. ഈ 1000 ന്യൂട്ടൺ കാരണമാണ് ലാഡർ മൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക, അല്ലെ? സോ നമുക്ക് ലാഡർ എവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടില്ല? വാളായിട്ടും ടച്ച് ചെയ്തിട്ടുണ്ട്, ഫ്ലോറുമായിട്ടും ടച്ച് ചെയ്തിട്ടുണ്ട്. സോ എവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ അത് നോർമൽ റിയാക്ഷൻ ഉണ്ടാക്കും, അല്ലെ? നോർമൽ റിയാക്ഷന്റെ പ്രത്യേകത എന്താ? നോർമൽ റിയാക്ഷൻ വിൽ ബി പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ആക്ഷൻ, അല്ലെ? സോ ഇവിടെ വരുന്ന നോർമൽ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ഇവിടെ വരുന്ന നോർമൽ റിയാക്ഷൻ ഈ ഡയറക്ഷൻ ആയിരിക്കും, അല്ലെ? ഓക്കെ, ഇപ്പൊ ഇവിടെ വരുന്ന ഈ ഫ്ലോറിൽ വരുന്ന നോർമൽ റിയാക്ഷനെ നമുക്ക് R1 ഡിനോട്ട് ചെയ്യാം, RN1 ഡിനോട്ട് ചെയ്യാം. ഓക്കെ, RN1 ഡിനോട്ട് ചെയ്യാം. വാളിൽ വരുന്ന നോർമൽ റിയാക്ഷനെ RN2 എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിനി വേറൊരു കാര്യം അറിയാം, അല്ലെ? എന്താ? ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് FR is equal to mu ടൈംസ് നോർമൽ റിയാക്ഷൻ, അല്ലെ? അപ്പൊ നമുക്ക് ഈ രണ്ട് കോണ്ടാക്ട് സർഫസിലും വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് ആദ്യം ഈ ഫ്ലോറിൽ വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതിനേക്കാൾ മുമ്പ് ഇതിന്റെ ഡയറക്ഷൻ നമുക്കറിയണം. ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിൽ ഉണ്ടാവുക? അത് ആ ഒബ്ജക്റ്റ് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുക അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ആവുക, അല്ലെ? സോ നമ്മൾ ഇപ്പൊ ഈ ലാഡർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇയാൾ കയറി പോകണം. ലാഡർ എങ്ങനെയാ മൂവ് ചെയ്യുക? ലാഡർ താഴത്തേക്കാണ് മൂവ് ചെയ്യുക, അല്ലെ? ലാഡർ താഴത്തേക്ക് വീഴാനുള്ള ടെൻഡൻസിയാണ്. ലാഡറിന്റെ താഴത്തേക്ക് വീഴാന്ന് പറഞ്ഞാൽ ലാഡറിന്റെ ഈ എൻഡ് ഏത് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക? ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും, അല്ലെ? ലാഡറിന്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് റൈറ്റ് ആണ് മൂവ് ചെയ്യാനായിട്ട് ടെൻഡ് ചെയ്യുക, അല്ലെ? അപ്പൊ ഫ്രിക്ഷണൽ ഡിസ്റ്റൻസ് ഏത് ഡയറക്ഷനിലായിരിക്കും? അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ആവുക, അല്ലെ? ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഇസ് mu ടൈംസ് RN. അവിടുത്തെ mu വാല്യൂ ഇസ് 0.35. RNന്റെ വാല്യൂ RN1, അല്ലെ? സോ ഇവിടുത്തെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.35 ടൈംസ് RN1, അല്ലെ? ഇനി അടുത്തത് വാളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ നോർമൽ റിയാക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും. ഇനി അടുത്ത ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിനാദ്യം നമുക്ക് അതിന്റെ ഡയറക്ഷൻ അറിയണം. ഏതായിരിക്കും ഡയറക്ഷൻ? ലാഡർ താഴത്തേക്ക് മൂവ് ചെയ്യാണ്, അല്ലെ? ഈ ലാഡറിന്റെ ഈ ടോപ്പിനുള്ള മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ്സ് ആയിരിക്കും. സോ അവിടുത്തെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും? ടുവേർഡ്സ് ടോപ്പ് ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ആവുക. ആ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ എന്താ? mu ടൈംസ് RN. അവിടുത്തെ mu വാല്യൂ എത്രയാണ്? 0.25. RNന്റെ വാല്യൂ RN2, അല്ലേ? ഇത്രയാണ് നമ്മളുടെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇനി വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ? വേറൊരു ഫോഴ്സിൽ ബാക്കി എല്ലാ ഫോഴ്സുകളും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് തന്നെ സോൾവ് ചെയ്തിട്ട് പി കണ്ടുപിടിക്കാം. ലാഡറിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? ലാഡറിനെ നമ്മൾ ബീമിലൊക്കെ ചെയ്യുന്ന പോലെ വേണം അതിൻ്റെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എടുക്കാനായിട്ട്. സോ അതിൻ്റെ ഇപ്പോൾ എങ്ങനെ ചെയ്യുന്ന മാത്രമേ പറയുന്നുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞാൻ ഇവിടെ ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി നോക്കാം. ഓക്കെ, സോ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഈ 1000 ന്യൂട്ടൺ ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ അയാൾ ഏറ്റവും സേഫ് ആയിട്ട് ഏറ്റവും ടോപ്പ് വരെ എത്തണം അല്ലേ? അതായത് ടോപ്പ് വരെ എത്തുമ്പോഴും ആ ലാഡർ മൂവ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സോ അത് മൂവ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോർഷൻ വരെയും ലാഡർ അറ്റ് റെസ്റ്റ് ആയിരിക്കണം അല്ലെ? ഇക്വിലിബ്രിയത്തിലായിരിക്കണം. അപ്പൊ നമുക്ക് എഴുതാം, സിൻസ് ദ ലാഡർ ഈസ് ഇൻ ഇക്വിലിബ്രിയം, നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ആസ് ഇൻ ദ കേസ് ഓഫ് ബീം, sum of all horizontal forces is equal to 0, sum of all vertical forces is equal to 0, and sum of all moments is equal to 0. ഓക്കെ, ഇനി നമുക്ക് ഓരോ കണ്ടീഷൻ ആയിട്ട് എടുത്ത് സോൾവ് ചെയ്യാം. ഫസ്റ്റ് കണ്ടീഷൻ, sum of all horizontal forces is equal to 0. ഇതിനകത്തുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഹൊറിസോണ്ടൽ ഫോഴ്സ് എടുക്കുമ്പോൾ സൈൻ കൺവെൻഷൻ ടുവേർഡ്സ് റൈറ്റ് ആണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ഓക്കെ, സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടുവേർഡ്സ് റൈറ്റ് വരുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? അവിടെ ഒരു Rn2 ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ട്. അത് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് റൈറ്റ് ആണ്. സോ നമുക്കത് പോസിറ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, Rn2. ഇനി അടുത്ത ഫോഴ്സ് ഏതാ വരണേ? അടുത്തത് ഇവിടെ ഒരു 0.35 Rn1 ഉണ്ട് അല്ലെ? അത് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക? ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. സോ മൈനസ് 0.35 Rn1. ഓക്കെ, പിന്നെ വേറെ ഏതൊരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉള്ള വേറെ ഒരു പിയും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. അത് ആക്ട് ചെയ്തത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. സോ മൈനസ് പി ഇസ് ഈക്വൽ ടു 0. വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ അടുത്ത ഇക്വിലിബ്രിയം കണ്ടീഷൻ, സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0. ഇനി ഏതൊക്കെയാണ് വെർട്ടിക്കൽ ഫോഴ്സ് വരുന്നത്? വെർട്ടിക്കൽ ഫോഴ്സ് എടുക്കുമ്പോൾ അതിന്റെ സൈൻ കൺവെൻഷൻ ടുവേർഡ്സ് ടോപ്പ് വരുന്ന ഫോഴ്സ് ആണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ഓക്കെ, സോ സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സ് ഏതാ? ഒരു Rn1 ഉണ്ട് അല്ലെ? Rn1 ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ടോപ്പ് ആണ്, ഹെൻസ് ദറ്റ് ഇസ് പോസിറ്റീവ്. സോ Rn1. പിന്നെ വരുന്ന വെർട്ടിക്കൽ ഫോഴ്സ് 200 ന്യൂട്ടൺ, അത് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ആണ്. സോ മൈനസ് 200. പിന്നെ ഒരു 0.25 Rn2, അതും ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ടോപ്പ് ആണ്. സോ പ്ലസ് 0.25 Rn2. അടുത്തേതാ? ഒരു 1000 ന്യൂട്ടൺ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ മൈനസ് 1000. വേറെ ഏതെങ്കിലും വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ടോ? വേറെ വെർട്ടിക്കൽ ഫോഴ്സസ് ഒന്നുമില്ല. ഹെൻസ് ദിസ് ഇസ് ഈക്വൽ ടു 0 അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് റിസോൾവ് ചെയ്ത് എഴുതാം. Rn1 പ്ലസ് 0.25 Rn2 is equal to 1200 എന്ന് നമുക്ക് എഴുതാം. ഇനി നമ്മളുടെ മൂന്നാമത്തെ കണ്ടീഷൻ, സം ഓഫ് ഓൾ മൊമെന്റ്സ് ഇസ് ഈക്വൽ ടു 0. നമുക്ക് ഫിഗറിന്റെ കോപ്പി എടുത്ത് വയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നോക്കാം. സം ഓഫ് ഓൾ മൊമെന്റ്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോഴത്തേനും ഏതെങ്കിലും ഒരു പോയിന്റ് അബൌട്ടായിട്ട് വേണം നമ്മൾ മൊമെന്റ് പറയാം അല്ലേ? ഞാനിപ്പോൾ എനിക്ക് പേര് കൊടുക്കാം, ഓക്കെ. ലാഡറിൻ്റെ ഒരെന്തിന് ഞാൻ എ എന്ന് പേര് കൊടുത്തു, രണ്ടാമത്തെ എന്തിന് ഞാൻ ബി എന്ന് പേര് കൊടുത്തു. ഓക്കെ,
സോ ഞാൻ മൊമെന്റ് എടുക്കാൻ പോകുന്നത് എബൌട്ട് എയർ ആണ്. ഓക്കെ, ഇനി എബൌട്ട് എയറിലുള്ള എല്ലാ ഫോഴ്സിന്റെ മൊമെന്റ് എടുക്കാം. ഫസ്റ്റ് ഫോഴ്സ് ഇവിടുന്ന് Rn2 അല്ലെ, Rn2. അത് കാരണം ഉണ്ടാവുന്ന മൊമെന്റ് എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് അല്ലെ. ലിവർ ആം ഡിസ്റ്റൻസ് എത്രയാണ്? ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഓക്കെ, സോ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ല, ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വരും? ഇത്രയും ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. ഇത്രയും ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് വരാം. ആ ഡിസ്റ്റൻസ് എവിടെ നിന്ന് കിട്ടും? ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡാണ് അല്ലേ. അതിന്റെ ഈ റൈസ് ആണ്. റൈസ് എങ്ങനെ കിട്ടും? നമുക്ക് സൈൻ റൂളോ കൊസൈൻ റൂളോ ഏതുകൊണ്ട് അപ്ലൈ ചെയ്യാം. നമുക്കതൊരു ആംഗിളും ഉണ്ട്, അതിന്റെ ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം. അപ്പോൾ അത് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. ഞാൻ ചെയ്യാനുള്ളൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. നമുക്ക് ഫോഴ്സിന്റെ ആദ്യം ഫോഴ്സിന്റെ എഴുതാം. Rn2 ഇൻറ്റു അല്ലേ. നമുക്കിനി ഈ സൈഡാണ് അറിയേണ്ടത്. ഏത്? ഈ സൈഡാണ് നമുക്ക് അറിയേണ്ടത്. സൈഡ് അറിയാനായിട്ട് ചെയ്യേണ്ടത് ആ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് 3. ഈ ആംഗിള് എവിടെ കൊടുത്തേക്കണം നോക്കുക. അപ്പൊ ഈ ആംഗിള് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സൈഡുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. ആ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കോസ് ആയിരിക്കും. 3 cos 30 ആയിരിക്കും ഇതിന്റെ ഈ സൈഡിന്റെ മെഷർമെന്റ്. ഓക്കെ, അല്ലെങ്കിൽ സാധാ cos 30 എടുത്ത് നോക്കുക. അപ്പൊ ഈ സൈഡ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് നോക്കും. എനിവേ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ എളുപ്പം. ഞാനുണ്ടെന്ന് ഒന്നുകൂടി പറയാം. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എഴുതാം. ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു നമുക്ക് ഏത് സൈഡാണ് വേണ്ടത് ആ സൈഡ് നമുക്ക് തന്നിട്ടുള്ള നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംഗിളുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടോ? ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കോസ് കമ്പണന്റ് ആയിരിക്കും. സോ ദിസ് ഇസ് 3 cos 30 ആണ് ആ സൈഡ്. ഓക്കെ, ഇനി നമ്മൾ മൊമെന്റ് എടുക്കുമ്പോൾ നമ്മളുടെ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് മൊമെന്റുകളാണ് നമ്മൾ പോസ്റ്റ് സൈഡ് എടുക്കുക. ഓക്കെ, സോ ഇത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണോ? അതിനെന്ത് വേണ്ട? ലിവർ ആം ഡിസ്റ്റൻസ് നോക്കുക. എന്നിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് അതിനെ ഹിഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലെ. അപ്പൊ ഈ ലിവർ ആം എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഇങ്ങനെയാണ് ലിവർ ആം റൊട്ടേറ്റ് ചെയ്യുക. ദിസ് ഇസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെ. സോ അതുകൊണ്ട് ഇത് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 0.25 Rn2. അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ലെ. ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എലോങ് ഹിയർ അല്ലെ. ആ നമ്മൾ ഏത് പ്ലെയിനാണ് കൺസിഡർ ചെയ്യണം ആ പ്ലെയിനിൽ കൂടി ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. കറക്റ്റ് ആയിട്ട് ആ വാളിലൂടെ തന്നെയായിരിക്കും എന്താ 0.25 Rn2 ആക്ട് ചെയ്യുക. ഓക്കെ, സോ അതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വരും അല്ലെ. ഇത്രയും ഡിസ്റ്റൻസ് ആണ് ലിവർ ആം ഡിസ്റ്റൻസ് ആയിട്ട് വരാം. എത്ര ഡിസ്റ്റൻസ് ആണ് ലിവർ ആം ഡിസ്റ്റൻസ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് മൊമെന്റ് എടുക്കാം. ഫോഴ്സിന്റെ വാല്യൂ എത്രയാ? 0.25 Rn2 ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ്. ട്രയാങ്കിളിന്റെ ഈ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം അതിന്റെ ഹൈപ്പോട്ടനസിന്റെ വാല്യൂ എഴുതുക 3 മീറ്റർ. ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്പോസിറ്റ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി സൈൻ കമ്പണന്റ്. ഓക്കെ, 3 sin 30 അതാണ് ഈ സൈഡിന്റെ ഡയമെൻഷൻ. ഓക്കെ, ഇനി അതിന്റെ ലിവർ ആം എങ്ങനെയാണ് അത് റൊട്ടേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ നോക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ലിവർ ആം ഡിസ്റ്റൻസിന് അയൺ റോഡ് ആക്കുക. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് അതിനെ ഹിഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ ആ ലിവർ ആം എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുക. എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഇങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക അല്ലേ. ദിസ് ഇസ് ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ അതുകൊണ്ട് അതും പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ്. ഓക്കെ,
ഇനി അടുത്ത ഫോഴ്സ് ഏതാ? അടുത്തത് 1000 ന്യൂട്ടൺ ആണ് അല്ലെ? 1000 ന്യൂട്ടൺ എങ്ങനെ ആക്ട് ചെയ്യുന്നത്? അതും നമ്മൾ ഈ കാണിച്ച ലൈനിൽ കൂടെ തന്നെയാണ് ആക്ട് ചെയ്യുക. അതിന്റെ എഡ്ജിൽ ഏറ്റവും നമുക്ക് 1000 ന്യൂട്ടൺ ഏറ്റവും എഡ്ജിൽ വരുമ്പോഴുള്ള കേസാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ആരോ ക്ലിയർ ആവാനാണ് കുറച്ച് ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുള്ളത്. കറക്റ്റ് ലൈനിൽ കൂടെ തന്നെ ആയിരിക്കും 1000 ന്യൂട്ടണും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ 1000 ന്യൂട്ടൺ കാരണം ഉണ്ടാകുന്ന മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഇൻറ്റു അതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ് ഇത്ര തന്നെയാണ്, ഈ വരച്ചിട്ടുള്ളത് തന്നെയാണ് അല്ലെ? ആ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? ദാറ്റ് ഇസ് 3 sin 30 അല്ലെ? ഇനി അത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ലിവർ ആം ഡിസ്റ്റൻസ് അതിനെ 7 ഹിഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലെ? അപ്പൊ ഇതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലെ? സോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് ദിസ് ഇസ് നെഗറ്റീവ്. ഓക്കെ, ഇനി അടുത്ത ഫോഴ്സ് ഏതാ? അടുത്തത് 200 ന്യൂട്ടൺ ഉണ്ട് അല്ലെ? അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ അല്ലെ? സോ അതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് എൻ്റെ ലിവർ ആം ഡിസ്റ്റൻസ്. അപ്പൊ അത് കാരണം ഉണ്ടാകുന്ന മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 200 ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ്. അതെങ്ങനെ കിട്ടും? ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും 30 ഡിഗ്രി തന്നെയായിരിക്കും അല്ലെ? പക്ഷെ എൻ്റെ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് എത്രയാ? ഈ 200 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് ലാഡറിന്റെ മിഡ് സെക്ഷനിലാണ് അല്ലെ? സോ അതിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 1.5 മീറ്റേഴ്സ് അല്ലെ? ഇത്ര ലെങ്ത് എന്ന് പറഞ്ഞാൽ എ മുതൽ ഈ ലോഡ് ആക്ട് ചെയ്യുന്നവരുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 1.5 മീറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ട്രയാങ്കിളിന്റെ ഈ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? സോ ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു അത് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ്. സോ സൈൻ കമ്പണന്റ് ആണ് 1.5 sin 30. ഇനി അത് ഏത് ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നത്? അതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ് ഇതാണ്. സോ അതിനെ എയിലാണ് ഹിഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ആയിട്ടാണ്. സോ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് അല്ലെ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. സോ മൈനസ്. ഇനി വേറെ ഏതൊക്കെ ഫോഴ്സ് വരുന്നത്? ഇവിടെ പി എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? പി എന്ന് പറയുന്ന ഫോഴ്സ് ശരിക്കും ഈ എലോങ് ഫ്ലോർ തന്നെയാണ്, പോയിന്റ് എയിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, കയറ്റി വരച്ചുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കയറ്റി വരച്ചിട്ടുള്ളത്. പി ശരിക്കും ആക്ട് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്, ഇങ്ങനെയാണ് പി ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് പി കാരണം നമുക്ക് എയിൽ മൊമെന്റ് ഉണ്ടാവോ? ഉണ്ടാവില്ല. കാരണം പിയുടെ ലൈൻ ഓഫ് ആക്ഷനും എയുടെ ലൈൻ ഓഫ് ആക്ഷനും എ എന്ന് പറയുന്ന പോയിന്റും ഒരേ ലൈനിലാണ്. അതുകൊണ്ട് അവിടെ ലിവർ ആം ഡിസ്റ്റൻസ് ഇല്ല, സീറോ ആണ്. സോ അത് കാരണം മൊമെന്റ് ഇല്ല. ആ സെയിം റീസൺ തന്നെ കാരണം ഈ ഫ്രിക്ഷൻ ഒക്കെ ഇവിടെ വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, അതെല്ലാം ആക്ട് ചെയ്യുന്നത് കറക്റ്റ് ഈ ലൈനിൽ കൂടെ തന്നെയാണ്. ഓക്കെ, സോ 0.35 Rn1 എന്ന് പറയുന്ന ഈ ഫോഴ്സും Rn1 എന്ന് പറയുന്ന ഈ ഫോഴ്സും എല്ലാം ആക്ട് ചെയ്യുന്നത് പോയിന്റ് എയിലാണ്. എല്ലാത്തിന്റെ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെയാണ് പോയിന്റ് എ കിടക്കുന്നത്. സോ ആ 3 ഫോഴ്സ് കാരണം നമുക്ക് മൊമെന്റ് ഉണ്ടാവില്ല. ഓക്കെ, സോ വേറെ മൊമെന്റ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം അല്ലെ? സോ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് Rn2 പുറത്തോട്ട് എടുക്കാം. Rn2 ഇൻറ്റു 3 cos 30 പ്ലസ് 3 sin 30 is equal to 3000 sin 30 plus 200 into 1.5 is 300. 300 sin 30. ഒരു 0.25 നമ്മൾ വിട്ടുപോയിട്ടുണ്ട്.
This is 0.25 into 3 sin 30 അല്ലേ? ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് RBനെ RN2നെ റിസോൾവ് ചെയ്തെടുക്കുക. RN2 is equal to how much? 554.98 newtons എന്ന് കിട്ടും. സോ നമുക്ക് RN2ന്റെ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യാം? RN2നെ എടുത്തിട്ട് നമുക്ക് തൊട്ട് മുകളിലെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷനിൽ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ ഇക്വേഷൻ എങ്ങനെ വരും? RN1 plus 0.25 into 554.98 is equal to 1200. From that we will get RN1 is equal to 1061.255 newtons അല്ലേ? നെക്സ്റ്റ് എന്ത് ചെയ്യുക? ഈ RN2ന്റെ വാല്യൂവും RN1ന്റെ വാല്യൂവും കൊണ്ടുപോയിട്ട് നമ്മളുടെ ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കുക. RN1 RN2 ഓക്കെ, നമ്മളുടെ ഇക്വേഷൻ എങ്ങനെയാവും? RN2 554.98 minus 0.35 RN1. RN1 എത്രയായിരുന്നു? 1061.255 minus P is equal to 0. From that P is equal to how much? 183.54 newtons അല്ലേ? സോ നമ്മൾ അതിൻ്റെ പി വാല്യൂ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ 1000 ന്യൂട്ടൺ സേഫായിട്ട് ടോപ്പിൽ എത്തണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മാക്സിമം ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പി ആണ്. ഓക്കെ, പി ദാറ്റ് ഈസ് 183.54 newtons.